ലോകത്തിന്റെ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മണവാളൻ ജയിലിലേക്ക് പോകുന്ന വീഡിയോസ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൈറലാണ്. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് എന്താ പറയാ ഒരു ട്രിപ്പ് പോകുന്ന പോലെയാണ് ജയിലിലേക്ക് പോകുന്നത്. അതുപോലെ ജയിലിന്റെ മുന്നിൽ നിന്ന് റീൽ എടുക്കുന്ന മണവാളനെയും നമ്മൾ കണ്ടു. എന്താണ് ഈ മണവാളനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൽ പഴയ ഉപ്പ് സത്യാഗ്രഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉപ്പിന് പകരം എന്തോ ഒരു പഞ്ചസാര, എന്തോ ചാരനിറത്തിലുള്ള എന്തോ ഒരു പഞ്ചസാര കുറുക്കി അങ്ങനെ സമരത്തിൽ അറസ്റ്റ് വരിച്ച് ഉള്ളിലേക്ക് പോകുന്ന രണ്ടാം സ്വാതന്ത്ര്യ സമര നായകനായ മുഹമ്മദ് ഷഹീൻ ഷാ എന്ന മണവാളനെ പറ്റിയല്ലേ താങ്കൾ പറയുന്നത്? ഈ സുഭാഷ് ചന്ദ്രബോസിനെയൊക്കെ നമ്മൾ സ്നേഹപൂർവ്വം നേതാജി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആരാധ്യ പുരുഷന്മാർക്കൊക്കെ ഒരു ചെല്ലപ്പേരുണ്ടാവും. ഇപ്പോഴത്തെ തലമുറയുടെ ആരാധ്യ പുരുഷനാണ് ഈ മുഹമ്മദ് ഷഹീൻ ഷാ എന്ന മണവാളനും അല്ലെങ്കിൽ തൊപ്പിയുമൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ഇവരൊക്കെ ഏതെങ്കിലുമൊക്കെ കേസിലകപ്പെട്ട് ജയിലിൽ അറയ്ക്കുള്ളിലേക്ക് പോകുമ്പോൾ ബോച്ചെ ഇവരുടെ തലതൊട്ടപ്പനായ ബോച്ചയുണ്ട്. ബോച്ചെ പിന്നെ കുറച്ച് ബിസിനസ് കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല ബോച്ചയുടെ ബിസിനസ് എന്നാണ് ബോച്ചയെ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ ഇവർ ആ പ്രായത്തിലേക്ക് എത്തുമ്പോൾ വലിയ ബിസിനസ്സുകാരായി മാറുമായിരിക്കും. അപ്പോൾ ഇവർ ജയിലിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒരു മാലയിടലും ഒരു പടക്കം പൊട്ടിക്കലും ഒരു പാലഭിഷേകവും കൂടി വേണമായിരുന്നു എന്നുള്ളതാണ്. മണവാളിന് ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ ബഹുമാനായ പ്രിയ സുഹൃത്ത് വട്ടിയൂർക്കാവ് അജിത് കുമാർ അത് സംഘടിപ്പിക്കും എന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം പരാതിക്കാരിൽ സ്ത്രീകളില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരത് ചെയ്യാത്തത്. സ്ത്രീകൾ പരാതി കൊടുക്കുമ്പോൾ മാത്രമല്ല, ലൈംഗിക പീഡനമില്ലല്ലോ. അല്ല അങ്ങനെ 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 അടച്ചാക്ഷേപിക്കണം. ഞങ്ങളെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനോ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാക്കിയത്. പക്ഷേ നിങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മെൻസ് അസോസിയേഷൻ ചോദിക്കാൻ അങ്ങനെയൊന്നുമല്ല. അജിത്തേട്ടനെ വിളിച്ച അജിത്തേട്ടൻ വരും. അജിത്തേട്ടൻ ഉണ്ട് എന്നൊരു വിശ്വാസം കളിയാക്കുന്ന പോലെയാണ് തോന്നുന്നത്. അല്ലല്ല, അജിത്തേട്ടൻ വിളിച്ചാൽ ഞാൻ ഇത്രയും നേരം ആരെയും കളിയാക്കിയല്ലോ, വളരെ കാര്യമായിട്ടില്ലേ, ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അപ്പോൾ അജിത്തേട്ടനെ വിളിച്ചാൽ അജിത്തേട്ടന്റെ സംഘവും എത്തും. കൂടെ എത്തൽ ഇപ്പൊ ഞങ്ങളുടെ രാഹുൽ ഈശ്വരേട്ടനും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങള് തിരുവനന്തപുരത്ത് ജഡ്ജിക്ക് പാലഭിഷേകം നടത്തിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നത്. ഓക്കെ, മണവാളനിലേക്ക് തിരിച്ചു വന്നാൽ പ്രിയങ്കരനായ മണവാളൻ ഇന്നത്തെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ കുട്ടികളുടെ പ്രിയങ്കരായ മണവാളൻ എത്രയോ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസാണ് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. എത്രയോ അർത്ഥവത്തായ വീഡിയോസാണ്, കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന അർത്ഥവത്തായ എത്രയോ വീഡിയോസാണ്. നല്ല ഭാഷയാണ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുള്ളത്. മണവാളനും ഓൺലൈൻ മാധ്യമങ്ങളിലെ ഒരു പ്രിയങ്കരിയായ ഒരു അവതാരികയും കൂടി ചെയ്ത കീഴ്ശ്വാസ റീല് കണ്ടിട്ടില്ല? കാണണം. വേലിപ്പുറത്തും പത്തലിന്റെ പുറത്തും ഒക്കെ കയറിയിരുന്ന് വളിവിടുന്നൊരു റീല് അവർ രണ്ടുപേരും കൂടി ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ എത്രയോ മനോഹരമായ റീലുകൾ ചെയ്ത മണവാളൻ ജയിലിലേക്ക് പോയി. ഇപ്പോഴും മണവാളന്റെ കേസിനെ പറ്റി ആർക്കും എന്നൊരു 50% ആളുകൾക്കും വ്യക്തമായ ധാരണയില്ല എന്ന് തോന്നുന്നു. ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ബോച്ചയെ പോലെ എന്തെങ്കിലും പരാമർശം നടത്തിയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ തൊപ്പിയുടെ പേരിലൊരു കേസ് വന്നിരുന്നു, അതായത് ആരോപണം വന്നിരുന്നു. തൊപ്പിയുടെ ഡ്രൈവറാണ്, പുതിയതായിട്ട് വന്നൊരു ഡ്രൈവർ ഈ ലഹരി സംഘത്തിൻ്റെ ആളായതുകൊണ്ട് തൊപ്പി അതിൽ പെട്ടുപോയ ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും കേസുകളായിരിക്കും. അങ്ങനെയൊന്നുമല്ല, ഇത് വളരെ നിസ്സാരമായൊരു കേസാണ്. വളരെ നിസ്സാരമായൊരു കേസിലാണ് ഈ പറയപ്പെടുന്ന മണവാളൻ ജയിലറയ്ക്കുള്ളിലേക്ക് പോകുന്നത്. വെറും 10 മാസമാണ് മണവാളൻ ഒളിവിലെന്ന് പറയാൻ പറ്റില്ല. അത് വെറും ഒളിവല്ല, വീര ഒളിവാണ്. വീര ഒളിവ്. വീരന്മാർ ഒളിവിലേക്ക്. പഴശ്ശിരാജയൊക്കെ പണ്ട് കാട്ടിലൊക്കെ പോയി. 10 മാസമായി ഇയാള് ഒളിവിലാണെന്ന് പറയുമ്പോ ഞാൻ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ അവസാനത്തെ വീഡിയോ നോക്കുമ്പോൾ 5 മാസവും 4 മാസവും മുന്നേക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. മേ ബി 5 മാസം മുമ്പ് 4 മാസം മുമ്പ്. 10 മാസം ചിലപ്പോൾ ഈ വിമർശകർ വെറുതെ പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഏപ്രിൽ മാസം 19-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 19 കഴിഞ്ഞാൽ ഏപ്രിൽ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, 8 മാസത്തോളം എന്നുള്ളതാണ്. കൃത്യമായി തിരുത്തിയതിന് നന്ദി. അല്ലെങ്കിൽ ഇവർ എന്നെ ട്രോൾ ചെയ്യുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയട്ടെ, ഈ പഴശ്ശിരാജ പണ്ട് കാട്ടിലൂടെ പോയി യുദ്ധം ചെയ്തിട്ടുണ്ട്, ഒളിവിൽ പോയിട്ട്. അതിനെന്താണ്, കാട്ടുപോരെന്നോ അങ്ങനെയാണ് പറയുക. അപ്പോൾ അത്തരത്തിൽ ഇവരും കാട്ടുപോരിലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് കേസെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. നിസ്സാരം കേസാണ്, വെറും നിസ്സാരം കേസ്. പോലീസ് കേസ് എടുക്കേണ്ടാത്ത നിസ്സാരം കേസിനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മണവാളനെ ജയിലറയ്ക്കുള്ളിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീരപരിവേഷമുണ്ട്, അദ്ദേഹത്തിൻ്റെ പോകുന്ന മാസ് എൻട്രിയും കാര്യങ്ങളും ഒക്കെ വീഡിയോ എടുത്ത് റീലിടുക എന്നുള്ളത് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യത തന്നെയാണ്. എന്താണ് കേസ്? ഏപ്രിൽ മാസം 19-ാം തീയതി തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിലേക്ക് മണവാളനും സംഘവും ഒരു കാറിലെത്തുകയാണ്. കാറ് നിറയെ മണവാളന്റെ പ്രിയങ്കരായ വീരശൂര പരാക്രമികളായ സുഹൃത്തുക്കളുണ്ടായിരുന്നു. മദ്യപിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവരവിടെ ചെന്ന്
കേരളവർമ്മ കോളേജിൽ 1-2 പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ കോളേജിൻ്റെ ഒരു ട്രെൻഡ് അറിയാലോ, അത് മണവാളനല്ല, ബോച്ചയല്ല, തൊപ്പിയല്ല, ഇവരുടെയൊക്കെ തലതൊട്ടപ്പരായ ഏത് കൊമ്പനായാലും, കടൽ കൊമ്പനോ അല്ലെങ്കിൽ കടൽ മച്ചാനോ ആരോ ആവട്ടെ, ഇവരുടെയൊക്കെ ദൈവങ്ങളുണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിലെയും യൂട്യൂബിലെയും ഒക്കെ ദൈവങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കോളേജിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ കോളേജിലെ പിള്ളേർ കയറി മെയ്യും. പണ്ടൊക്കെ നല്ല രാഷ്ട്രീയ പാർട്ടിയുടെ ബേസിൽ മുണ്ടെടുത്ത ചേട്ടന്മാരായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലത്ത്. 89 ജനിച്ചവർക്ക്, അതായത് 90s കിഡ്സ് എന്നൊക്കെ പറയാം. നിങ്ങളുടെയൊക്കെ കാലഘട്ടമായപ്പോൾ അതിന് ചെറിയ മാറ്റമൊക്കെ വന്നു. ജീൻസിട്ട ചേട്ടന്മാർ ഇടിക്കാൻ തുടങ്ങി. ഇപ്പോൾ നല്ല ഒന്നാം തരം 2K പിള്ളേരുണ്ട്. അവന്മാർ എന്തൊക്കെ വെച്ച് ഇടിക്കുമെന്നോ എന്തൊക്കെ കാണിക്കുമെന്നോ, കാരണം അവർക്ക് നല്ല സ്വബോധത്തിലുള്ള ഇടിയായിരിക്കും ഇടിക്കുന്നത്. അത്രയും നല്ല ഇടി കിട്ടി, മണവാളന സംഘത്തിന് നല്ല ഇടി കിട്ടി അവിടുന്ന് കാറെടുത്ത് പോകേണ്ടി വരും. അപ്പം പക്ഷേ ഇതൊരു പകയായി മണവാളൻ്റെ മനസ്സിൽ വളർന്നു എന്നുള്ളതാണ്. വീരശൂര പരാക്രമികളൊക്കെ അങ്ങനെയാണ്, ഒന്ന് കിട്ടിയ 2 തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവനെ തീർത്ത് കളയണം. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പയ്യൻ അധ്യാപകരോട് പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്, പുറത്തോട്ട് വാടാ, തീർത്ത് കളയാം. അപ്പം മണവാളൻ ഇവരൊക്കെയാണല്ലോ ഈ മണവാളനെ പോലുള്ളവരുടെ ഫാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മണവാളൻ ഈ കാർ എടുത്തിട്ട് ഈ കോളേജിൽ പഠിക്കുന്ന 2-3 വിദ്യാർത്ഥികൾ ബൈക്കിൽ പോകുമ്പോൾ അവർക്ക് പിന്നാലെ പോവുകയും ഈ വണ്ടി പാഞ്ഞു വരുന്നതുകൊണ്ട് ഈ ബൈക്ക് ഒതുക്കിയിട്ടും വണ്ടി റിവേഴ്സ് എടുത്ത് വീണ്ടും ഈ ബൈക്കിൽ പോയവർ ഇടാനും ശ്രമിച്ചു. അപ്പോൾ കാർ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന നിസ്സാര കുറ്റത്തിനാണ് മണവാളൻ്റെ പേര് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 8 മാസമായി മണവാളൻ ഒളിവിലായിരുന്നു. മണവാളൻ്റെ സുഹൃത്തുക്കളെയൊക്കെ കേരള പോലീസ് വീട്ടിൽ കയറി പൊക്കി. മണവാളിന് വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി. രാജ്യം വിട്ടു പോകാതിരിക്കുന്ന എയർപോർട്ടുകൾ, സീപോർട്ടുകൾ എല്ലായിടത്തും മണവാളുടെ ലുക്കൗട്ട് നോട്ടീസുകൾ ഒട്ടിച്ചു. മണവാളുടെ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചു. മണവാളുടെ പെൺസുഹൃത്തുക്കളെയൊക്കെ പോലീസ് വിളിപ്പിച്ചു. സമ്മർദ്ദതന്ത്രമൊക്കെ ഇറക്കി. അവസാനം ഒരു രക്ഷയുമില്ലാതെ മണവാളൻ അറസ്റ്റിലാവുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. തൃശ്ശൂരിലെ വെസ്റ്റ് പോലീസാണ്, സിറ്റി വെസ്റ്റ് പോലീസാണ് മണവാളിനെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് മണവാളിനെ കാക്കനാട് ജില്ലയിൽ. അപ്പോൾ കാക്കനാട് എന്ന് പറയുമ്പോൾ ഈ ടെക് സിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മണവാളിന് ആവശ്യപ്പെട്ടതായിരിക്കും അവിടെ തന്നെ വേണമെന്ന്. മണവാളം പറഞ്ഞ കോടതിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പ്രിയങ്കരനായ ഞങ്ങളുടെ മണവാളൻ ജയിലിലേക്കുള്ളിലായത്. കേരളം നിന്ന് കത്തേണ്ടതാണ്. LKGയിലും UKGയിലും ഒക്കെ ഹർത്താൽ, പഠിപ്പ് മുടക്കൊക്കെ പ്രഖ്യാപിക്കേണ്ടതാണ്. പക്ഷേ എന്തോ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പം പിണറായി സർക്കാരിനെ പേടിച്ചിട്ടാണോ എന്നറിയില്ല. മാത്രമല്ല 2 കാരണങ്ങൾ കൊണ്ട് ഈ LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമരം വെക്കേണ്ടതായിരുന്നു. ഒന്ന് മണവാളൻ കേസും, 2 പറയുന്നത് പാലക്കാട് താങ്കളുടെ നാടായ പട്ടാമ്പിക്കടുത്ത് അവിടെയാണ് പയ്യനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഒരു HMനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ സസ്പെൻഷൻ ചെയ്യുന്നത് ശരിയാണോ? ആ കുട്ടിയുടെ മനസ്സ് എന്തുമാത്രം നൊന്നിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ 2 കാരണങ്ങളാൽ ഈ LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠിപ്പ് മുടക്കാനുള്ള സ്വാതന്ത്ര്യം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടി അപ്പൂപ്പൻ ചെയ്തു കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. എന്തായാലും മണവാളൻ ഇപ്പോൾ ജയിലരിക്കുള്ളിലാണ്. അവിടെ ഗോതമ്പുണ്ടിയൊന്നുമില്ല, വിഭവസമൃദ്ധമായ ആഹാരമാണെന്നൊക്കെയാണ് ഇതിനു മുമ്പ് ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന ഇത്തരത്തിലുള്ള യൂട്യൂബർമാരൊക്കെ പറയുന്നത്. എന്തു തന്നെയായാലും മണവാളന്മാർ നാടിൻ്റെ പ്രതീക്ഷയാണ്. മണവാളന്മാർ നാടിൻ്റെ കരുതലാണ്. മണവാളന്മാർ ഇൻസ്റ്റാഗ്രാമിന് തീപിടിപ്പിക്കാൻ ഇപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. പ്രാങ്കുകളൊക്കെ ചെയ്യാൻ ആരാ ഉള്ളത്? അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്നു, ഈ പ്രാങ്ക് ചെയ്യുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ പ്രാങ്ക് ആരംഭിച്ചത് സൂര്യ TV-യിലാണ്. അന്നുണ്ടായിരുന്ന പ്രോഗ്രാം പ്രൊഡ്യൂസറേയും അതൊക്കെ ആരെയും തമാശപരമായ പ്രാങ്കുകളൊക്കെ ഉണ്ടായിരുന്നു. പ്രാങ്കൊന്നും തെറ്റല്ല. പക്ഷെ ഇവരൊക്കെ പറയുന്ന ഭാഷ, ഇവരൊക്കെ എടുക്കുന്ന ഡബിൾ മീനിങ് സാധനങ്ങൾ, ഉമ്മ ചോദിക്കുക, സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇത് കണ്ടിട്ട് ഇതൊക്കെ ഒറിജിനലാണ് എന്ന് ഇവർ തന്നെ ആർട്ടിസ്റ്റിനെയൊക്കെ വെച്ച് ഉമ്മ കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ഒറിജിനലാണെന്ന് കരുതി സാധാരണ വീട്ടിലെ കുട്ടികളും ഇതിൻ്റെയൊക്കെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുന്ന ഒരു സംവിധാനം. ഡൂമാർ കാണി, ഇതൊക്കെയാണ് ലൈഫ്, ഇങ്ങനെയൊക്കെ കാണിച്ചാലൊരു തെറ്റുമില്ല എന്ന്. ഇനി വേറൊരു രീതിയിലുണ്ട്, മോഡേൺ ചിന്താഗതിയിൽ ചിന്തിച്ചാൽ അതിനൊക്കെ എന്താ തെറ്റെന്ന് ചോദിച്ചൂടെ? അവനിഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ എടുക്കുക, അവനിഷ്ടമുള്ള രീതിയിൽ നടക്കുക, അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട മണവാളൻ എന്തായാലും ജയിലിലേക്കുള്ളിലാണ്. മണവാളൻ എത്രയും പെട്ടെന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക, അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല.